നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് അബിയോട് ജലജ പറഞ്ഞു, എടാ നിന്റെ മുത്തശ്ശനൊന്നും സംഭവിച്ചുകൂടാ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലേ ഇപ്പൊ പടി ഇറങ്ങി പോയവരൊക്കെ ഇങ്ങ് തിരിച്ചു കയറി വരും, പിന്നെ അറിയാലോ. അതുകൊണ്ട് തലയെടുപ്പോടുകൂടി കുറച്ചു കാലം കൂടെ അയാൾ ഇരിക്കണം, എന്നാലോ നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ അബി പറഞ്ഞു, അത് ശരിയാ അമ്മ ഒരു കണക്കിന് പറഞ്ഞത്. എന്തായാലും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നേ. ഇവിടെയുള്ള രണ്ടെണ്ണങ്ങൾ പടിയടങ്ങി പോയല്ലോ. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ദൈവം ഉണ്ടെന്നുള്ള കാര്യം. ദൈവം നമ്മുടെ കൂടെ അമ്മേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അബിയും ജലജയും. ഇതേ സമയത്ത് ആദർശ് പുറത്തേക്ക് വന്ന് തുടങ്ങണം. അപ്പോഴേക്കും ദാമു വന്നിട്ട് ചോദിച്ചു, അല്ല സാറേ ഉച്ചയ്ക്ക് ആഹാരം ഉണ്ടാക്കണ്ടെന്ന് ചോദിച്ചു. വെക്കണമെന്നില്ല, കാരണം ഞാൻ പുറത്തു പോയിട്ട് എപ്പോഴാ വരണമെന്ന് അറിയത്തില്ല. അല്ല അപ്പൊ സാറിന് ആഹാരം അത് ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് കാറ് വന്നിരിക്കുന്നത്. കാറിനകത്തുനിന്ന് നയനയും ദേവേനും ജയനും കൂടെ ഇറങ്ങുവാണ്. അവരെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ആദർശം കൂടെ ഇറങ്ങി ചെന്നു. അപ്പോഴേക്കും ദാമു പറഞ്ഞു, ഇതെല്ലാരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശിച്ചു, ഇതെന്താ എല്ലാരും കൂടെ ഒരുമിച്ച്? അതെ, ഞങ്ങളുടെ ഒരു മോൻ ഇങ്ങോട്ട് താമസം മാറിയില്ലേ, അപ്പൊ അവനെ ഒന്ന് വന്ന് കാണണ്ടേന്ന് ചോദിച്ചു. അവനെ കാണാൻ വേണ്ടിയാ ഞങ്ങൾ വന്നേ. പിന്നെ നയനമോൾ ഇവിടെ കൊണ്ടേ ആക്കാനായിട്ട്. നയനമോൾ ഇനി ഞങ്ങളുടെ കൂടെ തിരികെ ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അതെന്താ? അവളോട് അവിടെ നിന്നോളാനല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോഴേക്കും ദേവേന് പറഞ്ഞു, അവൾ അവിടെ നിന്നിട്ടുണ്ടേ ശരിയാകത്തില്ല. നേരമണ ആഹാരം പോലും അവള് കഴിക്കണില്ല, ഉറക്കമില്ല. അത് അവളുടെ അവസ്ഥ. പിന്നെ അവളവിടെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്നുള്ള ഓർമ്മ വേണം. പിന്നെ അവൾക്ക് നിന്നെക്കുറിച്ചുള്ള ചിന്തകളൊക്കെയാ. നീ ആഹാരം കഴിച്ചോ, ഉറങ്ങിയോ, കിടന്നോ, എന്ത് ചെയ്യുവാ, നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോന്നൊക്കെ. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അത് പിന്നെ അമ്മേ വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ടാന്ന് പറഞ്ഞു. പിന്നീട് ദേവേനി നയനോട് പറഞ്ഞു, മോള് വാ, നമുക്ക് അകത്തുനിന്ന് കയറി നോക്കാം. കുറെ കാലം മുമ്പാ ഞാനിവിടെ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നയനയും വിളിച്ചോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് ആദർശം പിന്നാലെ പോവാണ്. അപ്പോഴേക്കും ദാമുവിനോട് ജയൻ ചോദിച്ചു, ഇവിടെ ഫുഡൊക്കെ എങ്ങനെയാ? അതെ, ഞാൻ ഉണ്ടാക്കി കൊടുക്കാം സാറേ. ഞാൻ ക്യാൻറ്റീൻ ഉണ്ടാക്കുന്ന സമയത്ത് സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഉണ്ടാക്കുന്ന ആഹാരമൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ ഉണ്ടാക്കി വെക്കും, സാറ് കഴിക്കാൻ വന്നിരിക്കുകയും ചെയ്യും. അതെ, ആഹാരത്തിനകത്ത് ഇങ്ങനെ വെറുതെ പരതി ഇരിക്കുന്നല്ലാതെ ഒന്ന് നേരെ ചൊവ്വെ കഴിക്കുന്ന പോലുമില്ല, ഉറക്കം പോലുമില്ല. ചിലപ്പോൾ ഹാളിലൊക്കെ പാതിരാത്രി വന്നിരിക്കുന്ന കാണാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജയന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നീട് മുറിയിലേക്ക് എന്നിട്ട് ദേവേന് പറഞ്ഞു, കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ലാത്ത മുറിയാന്ന് പറഞ്ഞു. നയന പറഞ്ഞു, എനിക്കിതൊക്കെ മതിയുമേ, ഇതിനേക്കാളും ചെറിയ ജീവിത സാഹചര്യത്തിൽ ജീവിച്ച് വളർന്നു വന്നവളല്ലേ ഞാന് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, നയനെ നിനക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ദേവേന് പറഞ്ഞു, ഇവൾ അവിടെ നിൽക്കും നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഇപ്പൊ അച്ഛന്റെ കാര്യം ഓർത്തിട്ടാ. അച്ഛനാണെങ്കിൽ പഴയതുപോലെ ഒന്നും അല്ല. നയനമോൾ ഇങ്ങോട്ടേക്ക് പോരുന്ന കാര്യത്തെക്കുറിച്ച് അച്ഛനോട് ചോദിച്ചു. അച്ഛനൊരു മടിയും കൂടാതെ സമ്മതിക്കുകയും ചെയ്തു. അത് തന്നെ ഭാഗ്യം, അല്ലെങ്കിൽ ഇവൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലായിരുന്നു. അത് കേട്ട് ഇനിയിപ്പോൾ ആദർശ് പറഞ്ഞു, മുത്തശ്ശനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മുത്തശ്ശന് എന്നിൽ കുറെ പ്രതീക്ഷകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു നിമിഷം കൊണ്ടല്ല ഞാനിതെല്ലാം തകർത്ത് കളഞ്ഞത്. മുത്തശ്ശൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ അല്ലേ കടന്നു പോകുന്നുണ്ടിരുന്നേ. പെട്ടെന്നൊരു നിമിഷം എല്ലാം തകർന്നു പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശന് സഹിക്കാൻ പറ്റിയില്ല. അതെന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദേവേന് പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നീട് നയനോട് പറഞ്ഞു, മോളെ നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ. അമ്മ പേടിക്കൊന്നും വേണ്ട, ഇവിടെ സഹായത്തിനായിട്ട് ദാമുവേട്ടനുണ്ടല്ലോ. അതെ. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, പിന്നെ കിരണും കല്യാണിയൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്, അവരൊക്കെ വരുന്ന എനിക്കൊരു ആശ്വാസമാണെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥകളൊക്കെ പുറത്തു കൊണ്ടുവരണം അമ്മേ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ. പിന്നെ നയനയും കൂടെ എനിക്ക് കൂട്ടിനുണ്ടല്ലോ എന്നൊക്കെ ആദർശ് പറഞ്ഞു. ദേവേന് പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട്, അത് മോനെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് ദേവേനെ ആത്മവിശ്വാസം കൊടുക്കുകയാണ് ആദർശിന്. കുറച്ച് കഴിഞ്ഞപ്പം ആദർശും ജയനും കൂടെ സംസാരിക്കുകയാണ്. ആദർശ് ജയനോട് പറഞ്ഞു, നയന ഇവിടെ ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇനി ആ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജയൻ പറഞ്ഞു, എടാ മോനെ, അവൾ ഇവിടെ നിൽക്കുന്ന തന്നെ നിനക്കും നല്ലത്, അതുപോലെ തന്നെ മോൾക്കും അത് തന്നെ നല്ലതെന്ന് പറഞ്ഞു. പിന്നെ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, എനിക്കിപ്പോൾ പേടിയില്ലച്ചാ, എന്നോടൊപ്പം കിരണും കല്യാണിയും പിന്നെ നന്ദു ഒക്കെ ഉണ്ട്, എന്തിനും ഏതിനും. പിന്നെ ആ ഗ്രീന എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, അവളെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഞങ്ങൾ. അവളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇതൊരു ചതി തന്നെയാണ്, കാരണം സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ പോകുന്ന സമയത്ത് കമ്പനി തന്നെ ആയിരിക്കുമല്ലോ ഈ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കുന്നേ. അപ്പൊ അത്രയും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിപ്പോ AN ജ്വല്ലറിയുടെ ആളായിരുന്നു ആ ഗ്രീന എന്ന് പോലും എനിക്ക് സംശയമുണ്ട്, കാരണം അവരെ ഏർപ്പാടാക്കിയ ഹോട്ടലായിരുന്നു എന്ന്. ഞാൻ പിന്നീട് മറ്റേ അമേരിക്കൻ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർ ഏർപ്പാടാക്കിയത് വേറൊരു ഹോട്ടലായിരുന്നു. പക്ഷെ ഞാൻ അവിടേക്ക് ചെല്ലാതിരുന്നു കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു നമ്മൾ ഈ ഡീൽ ഉറപ്പിക്കാനായിട്ട് വരുന്നില്ല എന്ന്. അതുകൊണ്ടാണ് പിന്നെ അവർ ഇതിനെക്കുറിച്ച് വിളിക്കാതിരുന്നേ.
ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ജയൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഉം, ഈ ഏൺ ജ്വല്ലറിക്കാരുമായിട്ട് അബിക്ക് ബന്ധമുണ്ടോ എന്ന് സംശയമുണ്ട്. അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞേ? അല്ല, മുമ്പ് നമ്മുടെ കമ്പനിയിൽ നിന്ന് കള്ളക്കടത്ത് സ്വർണം കാര്യങ്ങളൊക്കെ പിടിച്ചില്ലേ, അന്ന് അബിയെയും വേറൊരു സ്റ്റാഫിനെയും കൂടെ അല്ലേ പിടികൂടിയത്. അന്ന് ഏൻ ജ്വല്ലറിക്ക് പങ്കുണ്ടായിരുന്നോ എന്ന് അറിയില്ല. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു, അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അവന്റെ കള്ളത്തരമൊക്കെ പുറത്തു കൊണ്ടുവരും അച്ഛാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവനെ ഒന്ന് കൈകാര്യം ചെയ്തിട്ടില്ല, ചെറിക്കും അതെടുത്ത് കുടഞ്ഞുള്ളൂ, അധികം തല്ലൊന്നും വെച്ച് കൊടുത്തിട്ടില്ല എന്ന് ജയൻ പറഞ്ഞു. വേണമെങ്കിൽ എനിക്ക് കൊടുക്കായിരുന്നു, സത്യങ്ങൾ പറയിക്കായിരുന്നു പറഞ്ഞു. ആദർശ് പറഞ്ഞു, തൽക്കാലത്തേക്ക് വേണ്ട, ഇങ്ങനെ ഇങ്ങോട്ട് പോട്ടെ. ഇതിന്റെ പിന്നില് അവൻ എന്തേലും പങ്കുണ്ടെങ്കിൽ മതി, നമുക്ക് ബാക്കി കാര്യം എന്താന്ന് വെച്ചാൽ ചെയ്യാനായിട്ട്. ജയൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. തലയെടുപ്പോട് കൂടിയിട്ട് നീ അങ്ങോട്ട് തിരികെ വരണം എന്നൊക്കെ ആദർശിനെ ഉപദേശിക്കുവാണ്. ഇതേ സമയത്ത് അബി ജലജയുടെ അടുത്തേക്ക് വന്നു. ജലജയ്ക്കൊന്ന് ചോക്ലേറ്റ് കൊടുക്കണം. അമ്മേ, കേക്ക് മുറിച്ച് ആഘോഷിക്കേണ്ടതാ, പക്ഷേ കേക്ക് മുറിച്ച് ഇവിടെ വെച്ച് ആഘോഷിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ചോക്ലേറ്റ് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടെ ചോക്ലേറ്റ് മേടിച്ച് ജലജ കഴിക്കുവാണ്. എന്നിട്ട് പറഞ്ഞു, എന്റെ മോനെ എന്ത് ചെയ്യാൻ പറ്റും, ആ നമുക്ക് അതൊന്ന് ആഘോഷിക്കാൻ പോലും നേരെ ചൊവ്വേ പറ്റത്തില്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചിരിക്കേണ്ട സമയത്താണ് അവന്തിക അങ്ങോട്ടേക്ക് വരുന്നത്. അവന്തിക വന്നിട്ട് പറഞ്ഞു, നാണമുണ്ടോ നിങ്ങക്ക്? കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴത്തേനും അതിൽ സന്തോഷിക്കുകയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ ജലജ പറഞ്ഞു, എന്റെ മോളെ നീ എന്തൊക്കെയാ ഈ പറയണേന്ന് ചോദിച്ചു. എടി, ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിൽ സന്തോഷിക്കണ്ടേന്ന് ചോദിച്ചു. നല്ല കാര്യം പോലും. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അബി പറഞ്ഞു, അമ്മ അവളോടൊന്നും പറയരുത് കേട്ടോ, അവൾ അപ്പൊ തന്നെ പോയി മുത്തശ്ശനോട് പറഞ്ഞു കൊടുക്കൂന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ അവധി പറഞ്ഞു, മുത്തശ്ശനോട് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല, മുത്തശ്ശന്റെ സ്വഭാവം പഴയതുപോലൊന്നുമല്ല, കുറെ മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ജലജ പറഞ്ഞു, ഇപ്പോഴാടി നിന്റെ മുത്തശ്ശന്റെ സ്വഭാവം നേരെയായത്, മുമ്പത്തെ പോലെയൊന്നും അല്ല, ഇപ്പോഴാ അദ്ദേഹത്തിന്റെ സ്വഭാവം നേരെയായത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ അവന്തിക്ക് പറഞ്ഞു, എന്റെ അമ്മേ ഒരുമാതിരി വർത്താനം പറഞ്ഞാണ്ടല്ലോ. എടി, നിന്റെ മുത്തശ്ശൻ നേരത്തെ നിന്റെ അച്ഛനെ അടിച്ചിറക്കി വിട്ടതായി വീട്ടിൽ നിന്ന്. ആ പണ്ടത്തെ സ്വഭാവമാണെങ്കിൽ അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്യുന്നേ, ഇപ്പോഴൊരു മാറ്റം വന്നിരിക്കുന്നേ. അത് കേട്ടുകഴിഞ്ഞപ്പോ അവന്തി പറഞ്ഞു, അല്ല, ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കണം എന്ന് ഓർത്തിരിക്കുമായിരുന്നു. അച്ഛനെ എന്തിനാ അമ്മ അടിച്ചിറക്കി വിട്ടെ? അയാള് ഭൂലോക തരികടയല്ലായിരുന്നു എന്ന് ചോദിച്ചു. തരികടയോ? അതെ, അയാളുടെ സ്വഭാവത്തിന് അയാൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടേന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? അമ്മ എന്താ അച്ഛനോടൊപ്പം പോവാത്തേന്ന് ചോദിച്ചു. പിന്നെ അങ്ങേരോടൊപ്പം പോയാ മതി, തെണ്ട് കുത്തുപാള എടുക്കുന്ന അയാളോടൊപ്പം ഞാൻ പോവാനായിട്ടാ. അങ്ങനെ ഞാൻ പോയായിരുന്നു ഞാൻ പിച്ചച്ചട്ടി വാരേണ്ട വന്നേനം, ഇവൻ വല്ല കൂലിപ്പണിക്കും പോകേണ്ട വന്നേനം. ഈ സുഖത്തിലും സൗഭാഗ്യത്തിലൊന്നും വളരാൻ പറ്റില്ലായിരുന്നു. നിന്നെ അയർലൻഡിൽ വിട്ട് പഠിപ്പിക്കാനോ ഒന്നിനും സാധിക്കില്ലായിരുന്നു പറഞ്ഞു. എന്റെ അമ്മേ, എന്നാലും അച്ഛനോടൊപ്പം പോകുന്നല്ലായിരുന്നോ നല്ലത്? അച്ഛൻ ചിലപ്പോ ഇന്ന് വല്ല കോടീശ്വരനായെങ്കിലോ? അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോന്നൊക്കെ വല്ല അറിയാവോ? പിന്നെ അങ്ങേരെ എവിടെ ജീവിച്ചിരിക്കാനാ, ചിലപ്പോ ഉണ്ടായിരിക്കും. കോടീശ്വരനാവാനാ ഒരിക്കലും നടക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു. ഒരു കോടീശ്വരനാവാനായിട്ട് എന്റെ അമ്മ, അച്ഛൻ പോയപ്പോ അച്ഛനോടൊപ്പം അമ്മ പോണ്ടതായിരുന്നു. ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കണ വല്ല കാര്യം ഉണ്ടായിരുന്നോ? എടി, അങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നോണ്ടാ ഇന്നിപ്പോ നീയൊക്കെ ഈ നിലയിൽ നിൽക്കുന്നേ. നാളെ നിന്റെ കല്യാണമൊക്കെ ആർഭാടമായിട്ട് നടത്തണമെങ്കിലേ ഇത് ഞാനിവിടെ ഇങ്ങനെ പലതും സഹിച്ച് പിടിച്ചു നിന്നോണ്ടാ. ഇപ്പൊ കണ്ടില്ലേ നിന്റെ ചേട്ടന്റെ എന്റെ അവസ്ഥ എന്താന്ന് കണ്ടോ? ഞങ്ങൾ ഇവിടുത്തെ ജോലിക്കാരെ പോലെ കഴിയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അതൊക്കെ നിനക്കൊക്കെ വേണ്ടിയിട്ട് മാത്രമാ. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാവും ഓർത്താ ഞങ്ങൾ ഇരിക്കുന്നത്. അവന്തിക പറഞ്ഞു, എന്താണെങ്കിലും അമ്മയുടെ കയ്യിലിരിപ്പോണ്ട അച്ഛൻ പോയത്. അമ്മയുടെ കയ്യിലും കുറെ തെറ്റുകളും കുറ്റങ്ങളും കാണുമായിരിക്കും. അതേടി, ഇനി നീ എന്നെ കുറ്റം പറഞ്ഞാൽ മതിയല്ലോ. എന്താ വന്നാലും അവസാനം എന്റെ തലയിലേക്ക് കയറിക്കോളാൻ പറഞ്ഞു. അത് കേട്ടപ്പോ അവന്തി പറഞ്ഞു, അമ്മേന്റെ ചില കാര്യങ്ങളിൽ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് അങ്ങോട്ട് സാധിക്കില്ല. ഇപ്പൊ ഈ കുടുംബത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അമ്മ കണ്ടില്ലേ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്തിയൊക്കെ കുറെ ചീത്ത പറയാണ്. ചീത്ത പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ആ സമയത്ത് അബി പറഞ്ഞു, എന്റെ അമ്മേ, ഇവളുടെ സ്വഭാവം കണ്ടില്ലേ, എന്തൊരു മാറ്റമാന്ന് നോക്കിയേ. ജലജ പറഞ്ഞു, അത് നല്ല കാര്യമാടാ, ഇവളുടെ കല്യാണം വരെ ഇവളിവിടെ നിൽക്കണമല്ലോ. കല്യാണം നല്ല ആർഭാടമായിട്ട് നടത്തി വരണമെങ്കിൽ ഇവളുടെ മുത്തശ്ശന്റെ ഇവളുടെ അമ്മാവന്മാരുടെ ഒപ്പം നിന്നിട്ടേ കാര്യമുള്ളൂ. ഇത് കേട്ടപ്പോ അബി പറഞ്ഞു, എന്ത് ചെയ്യാനമ്മേ, എന്റെ അമ്മാവനൊക്കെ എന്നെ ചെറുതിലെ ഒന്നും ഉള്ളിപ്പോലും നോവിച്ചിട്ടില്ല. പക്ഷേ എങ്കില് കഴിഞ്ഞ ദിവസം എനിക്കിട്ട് അടിയൊക്കെ തന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അതൊക്കെ ഞാനും കാണുന്നുണ്ടാ, ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടായിക്കൊണ്ടിരിക്കുക. കണ്ടില്ല ഇപ്പൊ ഓരോന്നൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവര് സന്തോഷിക്കുകയാണ്. അതേ സമയത്ത് ദേവേനി നയനോട് പറഞ്ഞു, മോളെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ, ഈ സമയത്ത് നിന്റെ കൂടെ ആരെങ്കിലും വേണ്ട, സ്ത്രീകൾ ആരെങ്കിലും വേണ്ടതാ. അതൊന്നും സാരമില്ലമ്മേ, എന്നാലും അങ്ങനെയല്ലല്ലോ മോളെ. നിനക്ക് കൂടുതലായിട്ട് ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഡോക്ടർ പറഞ്ഞല്ലേ. ഡോക്ടർ ഇപ്പൊ അത്യാവശ്യം ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കട്ടിപ്പണി ഒന്നും ചെയ്യണ്ട കേട്ടോ. എന്തേലും ഉണ്ടെങ്കിൽ അമ്മയെ വിളിച്ചാൽ മതി, എന്തേലും ആവശ്യങ്ങളൊക്കെ ഉണ്ട് അമ്മ ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞു. അതിന്റെ ആവശ്യമില്ലമ്മേ, ചന്തമോളും ഉണ്ടല്ലോ, അമ്മ വീട്ടിൽ നിന്നാ മതി. പിന്നെ വേണമെങ്കിൽ അമ്മയെ വിളിക്കാലോ, അമ്മ ഇവിടെ വന്ന് നിൽക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുക.
അതൊന്നും സാരമില്ല മോളെ, ആവശ്യമുണ്ട് എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ ദേവേനി പറഞ്ഞു. ആ സമയത്ത് ആദർശ് ജയനോട് സംസാരിക്കുകയാണ്. ജയനോട് പറഞ്ഞു, അധികം വൈകാതെ തന്നെ ഇതിന്റെ പിന്നിൽ കളിച്ച ആരാണെങ്കിലും നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് പറഞ്ഞു. അല്ല, ഈ എൻ ജ്വല്ലറിയുടെ MD കുറിച്ച് അന്വേഷിച്ചോന്ന് ചോദിച്ചു. അന്വേഷിച്ചു. അയാൾക്ക് നേരത്തെ ഗൾഫിൽ ബിസിനസ് ആയിരുന്നു മറ്റും. പിന്നെ അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് പോന്നേന്ന്. ഗൾഫിൽ നമ്മളെ തകർത്ത അവനാണല്ലോ. അല്ല, അയാളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞോന്ന് ചോദിച്ചു. കൂടുതലായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല, അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നന്ദുവിന്റെ വക നന്ദു അന്വേഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ ഒരു പുതിയൊരു ജ്വല്ലറിയും കൂടെ ഓപ്പൺ ചെയ്യുന്നുണ്ട് ട്രിവാൻഡ്രത്ത്. അപ്പൊ അതിന്റെ ഇന്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കല്യാണിയാണ്. അപ്പൊ കല്യാണി കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ നമ്മളോട് സപ്പോർട്ടിനായിട്ടുണ്ട് അച്ഛാ, അതുകൊണ്ട് അച്ഛൻ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജയൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം മോനെ, നമ്മളെ ചതിക്കാനായിട്ട് ആരാ കൂട്ടുനിന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് പെട്ടെന്ന് കയറാൻ പറ്റുള്ളൂ. പിന്നെ നീ അങ്ങോട്ടേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. ഇത് കേട്ട് ഇനിയിപ്പോൾ ആദർശ് പറഞ്ഞു, വരാ അച്ഛാ, ഇപ്പം നയനെ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. ഇത് കേട്ടപ്പോൾ ജയൻ പറഞ്ഞു, എത്രയൊക്കെയാന്ന് പറഞ്ഞാലും നീ അവിടെ ഇല്ലെങ്കിൽ ഒരു സമാധാനമില്ല. നിന്റെ അമ്മ ഇങ്ങോട്ടേക്ക് വരണമെന്നും പറഞ്ഞിരുന്ന, പക്ഷേ എങ്കിൽ എല്ലാവരും കൂടെ പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കാര്യങ്ങളൊക്കെ അറിയാലോ. നമ്മളെല്ലാവരും ആ വീട് വിട്ട് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരൊക്കെ ആ വീട്ടിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവേനയും നയനയും കൂടെ അവരുടെ അടുത്തേക്ക് വന്നു. പിന്നീട് നയനയോട് ദേവേനി പറഞ്ഞു, മോളെ സൂക്ഷിക്കണം കേട്ടോ, എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുവാന്ന് പറയണം. ആദർശനോട് പറഞ്ഞു, മോളെ നോക്കണം, അറിയാലോ അതൊക്കെ ഞാൻ ഏറ്റമ്മേ, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും സാരമില്ല, കല്യാണിയും കിരണൊക്കെ ആണെങ്കിലും ഇടയ്ക്ക് വരും. അപ്പോഴേക്കും ജയൻ പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞങ്ങൾ വന്നേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും കൂടെ ഇറങ്ങുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.